ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും അതേപോലെ തന്നെ വളരെ എളുപ്പത്തിൽ സോഫ്റ്റായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ഉപ്പുമാവിൻ്റെ റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓൾ കൂടി ഒന്നും മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഈ ഉപ്മാവ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു കടായി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും അതിലേക്ക് ഒരല്പം എണ്ണ ചേർത്ത് കൊടുക്കാം. നമ്മുടെ റവ വറുത്തെടുക്കാനും മാത്രമുള്ള വളരെ കുറച്ച് എണ്ണ ചേർത്ത് കൊടുത്താൽ മതിയാവും. നമ്മുടെ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് റവ തന്നെയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇത് വറുത്ത റവയാണ് എടുത്തിട്ടുള്ളത്. വറുത്ത റവയാണെന്നുണ്ടെങ്കിൽ വറുക്കാത്ത റവയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇതുപോലെ 1 കപ്പ് അളവിലാണ് റവ ചേർത്ത് കൊടുക്കുന്നത്. 200 ഗ്രാം അളവിലുണ്ട്. റവ ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മളൊരു ഫ്ലെയിം ഒന്ന് മീഡിയത്തിലേക്ക് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം. അതായത് നന്നായിട്ട് നമ്മുടെ റവ എല്ലാം ഒന്ന് ചൂടായിട്ട് വരണം. സാധാരണ ഉപ്പുമാവ് എന്ന് പറയുമ്പോഴേ തന്നെ പെട്ടെന്ന് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. പക്ഷേ നമ്മളിതിലേക്ക് ചേർക്കുന്ന ആ മെഷർമെൻറ്റിൻ്റെ അളവും വെള്ളത്തിൻ്റെ അളവൊക്കെ ഒന്ന് മാറിപ്പോയാൽ പിന്നീട് ആ ഉപ്പുമാവിന് അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ് ഉപ്പുമാവ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു രീതിയിൽ തയ്യാറാക്കി എടുത്താൽ മതിയാവും. ഒരു സ്പെഷ്യൽ ടേസ്റ്റുള്ള ഉപ്പുമാവ് തന്നെയാണ് കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ ഇത് വറുക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 2 മിനിറ്റോളം ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സമയം കൊണ്ട് തന്നെ നമ്മുടെ റവ എല്ലാം നല്ലതുപോലെ ഒന്ന് ചൂടായി കിട്ടിയിട്ടുണ്ട്. നല്ലൊരു റവയുടെ മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത് ഇത്രയും തന്നെ മതിയാവും. ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഇത് ചെറിയൊരു പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റാം. നമ്മുടെ ഈ റവയെല്ലാം ഒന്ന് വറുത്തെടുത്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് അതേ കടായിലേക്ക് തന്നെ കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുമ്പോഴാണ് നമ്മുടെ ഉപ്പുമാവിന് ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. ഈ ഒരളവിൽ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ നിറയെ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതാണ് ഇതുപോലെ ചെറിയൊരു ഒരു ടീസ്പൂൺ അളവിൽ കടുക് കൂടി. കടുകിനോടൊപ്പം തന്നെ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ 1 ടേബിൾ സ്പൂൺ നിറയെ മുഴുവൻ ഉഴുന്നും കൂടിയാണ്. അതും കൂടി ചേർക്കാം. അപ്പോൾ ഇത് രണ്ടും ചേർത്തിട്ട് ചെറിയ രീതിയിൽ നമുക്ക് ഇതൊന്ന് വറുത്ത് കൊടുക്കണം. ഇതുപോലെ നമ്മുടെ കടുകെല്ലാം ഒന്ന് പൊട്ടി തുടങ്ങണം. നമ്മുടെ കടുകെല്ലാം ലൈറ്റായിട്ടൊന്ന് പൊട്ടി തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതാണ് ഞാനിപ്പോൾ ഇതുപോലെ ഒരു 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് നമ്മളിതിലേക്ക് ചേർത്തേക്കണം. കാരണം വേറെ നമ്മൾ മുളക് പൊടിയൊന്നും ഇതിലേക്ക് ചേർക്കുന്നില്ല. അതുപോലെ തന്നെ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതാണ് ഒരു ചെറിയൊരു പീസ് അളവിൽ ഇഞ്ചി എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്തിട്ട് ചെറിയ രീതിയിൽ നമുക്ക് ഒന്ന് വഴറ്റി കൊടുക്കണം. ഇതുപോലെ ഒന്ന് വഴറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ ഒരു 6-7 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിരിക്കുകയാണ്. അതുകൂടി ചേർക്കാം. നമ്മൾ ഈ സവാളയിൽ തയ്യാറാക്കുന്നതിനേക്കാളും നമ്മൾ ഈ ചെറിയ ഉള്ളിയിൽ നമ്മുടെ ഉപ്മാവ് തയ്യാറാക്കി എടുക്കുമ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ്. ഫ്ലെയിം ഈ സമയത്തെല്ലാം മീഡിയത്തിൽ വെച്ചിരുന്നാൽ മതിയാവും. പെട്ടെന്ന് തന്നെ നമ്മുടെ ചെറിയ ഉള്ളി എല്ലാം ഒന്ന് വഴണ്ടി കിട്ടിക്കോളും. നമ്മുടെ ചെറിയ ഉള്ളിയെല്ലാം ഇതുപോലെ ചെറുതായിട്ടൊന്ന് വാടി തുടങ്ങിയിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് വഴണ്ടി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് വഴണ്ടി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ ഒരു വലിയ ക്യാരറ്റിൽ ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. ആ ക്യാരറ്റിലേക്ക് ചേർക്കാം. അതുപോലെ തന്നെ കുറച്ച് പച്ചപ്പട്ടാണിയും കൂടി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഗ്രീൻ പീസ് വന്നിട്ട് ഡ്രൈ ആയിട്ടുള്ള ഗ്രീൻ പീസ് ആണെന്നുണ്ടെങ്കിൽ തലേന്നേ നമ്മൾ ഇതൊന്ന് നന്നായിട്ട് വെള്ളത്തിൽ കുതിർത്തിട്ട് വേണം ഇതിലേക്ക് ചേർക്കാനായിട്ട്. അപ്പോൾ കുറച്ചധികം സമയം എടുക്കും വേകാനായിട്ട്. അതിൻ്റെ പേരിലാണ്. അപ്പോൾ ഇത് വന്നിട്ട് ഫ്രോസൺ ഗ്രീൻ പീസാണ്. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിക്കോളും. നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഇതിലേക്ക് ചേർക്കാൻ കേട്ടോ. ഇത് തന്നെ വേണമെന്നില്ല. പിന്നീട് നമുക്ക് സാധാരണ ബീൻസ് ചേർക്കാം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാവും. നമ്മുടെ ഗ്രീൻ പീസും അതുപോലെ തന്നെ നമ്മുടെ ക്യാരറ്റും ഒക്കെ നല്ല രീതിയിൽ ഒന്ന് വഴറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് മസാലയും കൂടിയാണ്. ഒരുപാട് മസാലയും നമ്മളിതിലേക്ക് ചേർക്കുന്നില്ല. ഞാനിപ്പോൾ ഇതുപോലെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർക്കുകയാണ്. വളരെ കുറച്ച് മാത്രം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താൽ മതിയാവും. അതുപോലെ തന്നെ ഒരല്പം ചെറിയ ജീരകം കൂടി. അപ്പോൾ ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു നുള്ളി മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇത് ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ല രീതിയിൽ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള വെള്ളം കൂടിയാണ്. വെള്ളം ചേർക്കുമ്പോഴാണ് നമ്മളിതിലേക്ക് കറക്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. അതായത് 1 കപ്പ് അളവിൽ റവയ്ക്ക് 1.25 കപ്പ് അളവിലാണ് ഞാനിപ്പോൾ വെള്ളം വെക്കുന്നത്. ഇതിൽ കൂടുതൽ വെള്ളം വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നല്ലതുപോലെ സോഫ്റ്റായിട്ട്, അതായത് ഒരു കുഴഞ്ഞ രീതിയിൽ കിട്ടും. അപ്പോൾ അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് 1.5 കപ്പ് വരെ വെള്ളം വെക്കാം. അതല്ല നല്ല തരിതരിയായിട്ടാണ് നമ്മുടെ ഉപ്പുമാവ് വേണ്ടതെങ്കിൽ 1.25 കപ്പ് അളവിൽ മാത്രം വെള്ളം വെച്ച് കൊടുത്താൽ മതിയാവും. വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നീട് നമുക്ക് ഒരല്പം തേങ്ങ ചിരകിയതും കൂടി വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അതായത് ഒരു 1/2 കപ്പ് അളവിൽ ചിരകിയ തേങ്ങ ചേർക്കാം. നേരത്തെ നമ്മൾ തേങ്ങ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് തേങ്ങാപ്പാൽ ഇങ്ങനെ സ്പ്രെഡ് ആവില്ല. അതിൻ്റെ പേരിലാണ് വെള്ളം ചേർത്തതിന് ശേഷം മാത്രം ചിരകിയ തേങ്ങ ചേർക്കുന്നത്. ഞാനിപ്പോൾ ഇതിലേക്ക് തേങ്ങ ചേർക്കുന്നില്ല. ഇതുവരെയും നമ്മളിതിലേക്ക് ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഈ വെള്ളത്തിലേക്കൊന്ന് ചേർക്കാം. വെള്ളത്തിൽ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മാത്രമേ ഉപ്പുമാവിൽ നന്നായിട്ട് ഉപ്പൊക്കെ പിടിച്ചിട്ട് വരുള്ളൂ കേട്ടോ. അതിൻ്റെ പേരിലാണ്. നമ്മൾ വെച്ച് കൊടുത്ത വെള്ളം എല്ലാം നന്നായിട്ടൊന്ന് തിളച്ച് തുടങ്ങുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് വേണ്ടത് നമ്മളിതാ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ റവ കൂടി ഇതിലേക്ക് ചേർക്കാം. വെള്ളം ചേർത്ത് കൊടുത്ത ഉടനെ തന്നെ നമ്മൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം. കട്ടയൊന്നും പിടിക്കാതെ തന്നെ, നമ്മൾ പ്രത്യേകിച്ച് വറുത്തെടുത്തതിൻ്റെ പേരിൽ വളരെ പെട്ടെന്നൊന്നും കട്ടയൊന്നും പിടിക്കില്ല. എന്നിട്ട് നമ്മൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ മസാലയൊക്കെ നമ്മുടെ റവയിൽ നല്ലതുപോലെ ഒന്ന് കോട്ടിങ് ആകുന്നത് പോലെ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. വളരെ പെട്ടെന്ന് തന്നെ തിക്കായിട്ട് വരും. നമ്മുടെ റവ പെട്ടെന്ന് തന്നെ ഈ വെള്ളം എല്ലാം വലിച്ചെടുക്കും. അതിന് ശേഷം ഇതുപോലെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ചെറുതായിട്ട് എല്ലാം ഒരു സൈഡിലേക്ക് ഒന്ന് വലിച്ച് വെച്ചതിന് ശേഷം ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ അങ്ങനെ ഒന്ന് കുക്ക് ചെയ്യണം. വേണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് അടച്ച് വെക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ വെച്ചിട്ട് തന്നെ ഒരു 2 മിനിറ്റ് നമുക്കൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അത്രയും സമയം കൊണ്ട് നമ്മുടെ റവ എല്ലാം നല്ല സോഫ്റ്റായിട്ട് വെന്തിട്ടുണ്ടാവും. എന്നാൽ ശരി, ഒരു 2 മിനിറ്റ് ഇതിങ്ങനെ ഇരിക്കട്ടെ. ഇതിപ്പോൾ ഏകദേശം ഒരു 2 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ രീതിയിൽ വീണ്ടും അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ എന്ത് പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മുടെ ഉപ്പുമാവ് കിട്ടിയിട്ടുള്ളതെന്ന്. ഇതുപോലെ തരിതരിയായിട്ട് നമ്മുടെ ഉപ്പുമാവെല്ലാം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ചേർക്കുന്ന വെള്ളത്തിൻ്റെ അളവ് മാത്രം നമ്മൾ അതൊന്ന് മിസ് ചെയ്യാതെ ഒന്ന് ചേർത്തേക്കണം. ഞാനിപ്പോൾ 1.25 കപ്പ് അളവിലാണ് ഇതിലേക്ക് വെള്ളം ചേർത്തിട്ടുള്ളത്. ഞാനിപ്പോൾ നമ്മുടെ ഉപ്പുമാവെല്ലാം നല്ലതുപോലെ നല്ല തരിതരിയായിട്ട് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതാണ് ഒരല്പം കറിവേപ്പില ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഫൈനലി ഇതിലേക്ക് വേണ്ടത് ഒരേ ഒരു ടീസ്പൂൺ അളവിൽ നെയ്യും കൂടെയാണ്. ഒരല്പം മാത്രം നെയ്യും കൂടി ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. അതിനുശേഷം നല്ലതുപോലെ നമ്മൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നല്ല ചൂടോടുകൂടി തന്നെ നമുക്കിത് സെർവ് ചെയ്യാവുന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ സൈഡായിട്ട് നമുക്ക് പഞ്ചസാര വെച്ച് വേണമെങ്കിൽ പഞ്ചസാര വെച്ച് കഴിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചട്നിയോ സാലഡോ തൈര് സാലഡൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ സൂപ്പറാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നമുക്കിതുപോലെ സൂപ്പറായിട്ടുള്ള ഉപ്പുമാവ് തയ്യാറാക്കാവുന്നേ ഉള്ളൂ. ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇതുവരെ ഉപ്പുമാവ് തയ്യാറാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് മറക്കാതെ ഒന്ന് അറിയിക്കുകയും വേണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കാനൊരു പ്രചോദനം ഉണ്ടാവുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്തേക്കണം. ഇത് മറ്റുള്ളവരും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.